നമസ്കാരം. അപ്പോൾ നമുക്ക് ചെമ്പനീർ പൂവിലെ സച്ചിയുടെയും രേവതിയുടെയും ഒരു അടിപൊളി റിവ്യൂ കേൾക്കാം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി മാലയൊക്കെ കൊടുക്കാനായിട്ട് സ്കൂട്ടറിൽ ഇങ്ങനെ പോവുകയാണ്. എല്ലാ ആവശ്യമുള്ള കടകളിലൊക്കെ മാലയൊക്കെ കൊടുത്ത് അവർ രണ്ടുപേരും കൂടി കാര്യം പറഞ്ഞ് ഇങ്ങനെ തിരിച്ച് വരുന്നോണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശരത്ത് കടയിൽ നിന്ന് ചായ കുടിക്കുന്നു. അത് നമ്മുടെ ആൻ്റണിയും സംഘവും കാണുന്നുണ്ട്. ആൻ്റണി അവരുടെ അടുത്ത് പറയും, നീ അവൻ കുടിച്ച് ചായയുടെ കാശ് കൊണ്ട് കൊടുക്ക്. എങ്ങനെയെങ്കിലും ശരത്തിനെ വരുതിയിലാക്കാൻ ശ്രമിക്കുകയാണ്. എൻ്റെ കൂടെ ആയിരുന്നപ്പോൾ അവൻ ബിയറും ബിസ്ക്കിയൊക്കെ കുടിച്ചിട്ടുള്ളതെന്നൊക്കെ പറഞ്ഞ് കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ശരത്ത് അവരെ ഇൻസൾട്ട് ചെയ്ത് വിടുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ശ്രുതി എങ്ങനെയെങ്കിലും സച്ചിയുടെ ഫോൺ കൈക്കലാക്കണമെന്ന് പറഞ്ഞിങ്ങനെ ആലോചിക്കുന്നുണ്ട്. പക്ഷെ ഒരിക്കലും അത് കിട്ടുന്നില്ല. അതിനുശേഷം സച്ചിയും രേവതിയും സഞ്ചരിക്കുന്ന ഇത് നമ്മുടെ സ്കൂട്ടറിലൂടെ പോകുന്നത് നമ്മുടെ ആൻ്റണി കാണുന്നുണ്ട്. ആൻ്റണി അവരെ ഫോളോ ചെയ്ത് കാർ ഇടിപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ്. സച്ചി പെട്ടെന്നത് അപകടം മനസ്സിലാക്കുന്ന സച്ചി പെട്ടെന്ന് കാർ വെട്ടിച്ച് അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. വീണതിന് ശേഷം സച്ചി കാറിനെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ രേവതി പറയുന്നു, വേണ്ട, ആരെങ്കിലും മദ്യപിച്ചിട്ട് വണ്ടി ഓടിച്ചായിരിക്കുമെന്ന് പറഞ്ഞ് അനുനയിപ്പിച്ച് വീട്ടിലോട്ട് കൊണ്ടുവരുന്നുണ്ട്. അതിനുശേഷം അന്ന് പോയിട്ടതിൻ്റെ വരവ് ചെലവ് കണക്കുകളെക്കുറിച്ചൊക്കെ അവർ സംസാരിക്കുന്നു. ഇന്ന് നല്ല ലാഭം കിട്ടിയിട്ടുണ്ട്, അങ്ങനെ സംസാരിക്കുന്നു. അപ്പോൾ നമുക്ക് ലാഭം കിട്ടിയതല്ലേ, ഇന്ന് നമുക്ക് സിനിമയ്ക്ക് പോകുന്ന സച്ചി പറയുമ്പോൾ രേവതി പറയും, അത് വേണ്ട സച്ചി ചേട്ടാ, നമുക്ക് എങ്ങനെയെങ്കിലും റൂം കെട്ടണം. എല്ലാവർക്കും റൂമുണ്ട്, നമുക്ക് മാത്രം റൂമില്ല. നമുക്ക് എത്രയും പെട്ടെന്ന് റൂം കെട്ടണം, അതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം. അതിനുശേഷം നമുക്ക് സിനിമയ്ക്കൊക്കെ പോകാമെന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ സച്ചി പറയുന്നുണ്ട്, കല്യാണത്തിന് ശേഷം ഞാൻ നല്ല അടിച്ചു പൊളിച്ച് ജീവിച്ചതാണ്. ഇപ്പോൾ കല്യാണത്തിന് ശേഷം എനിക്കൊരു സന്തോഷമില്ലെന്ന് പറയും. അത് സച്ചിയേട്ടന് സന്തോഷമൊന്നും ഇല്ലേ? ഇല്ലെന്നല്ല, എന്നാലും മുമ്പ് ഞാൻ ഇച്ചിരി മദ്യപിക്കുമായിരുന്നെങ്കിൽ എൻ്റെ അച്ഛൻ മാത്രമേ എന്നെ വഴക്ക് പറയത്തുള്ളായിരുന്നു. പിന്നെ എനിക്ക് ഫ്രണ്ട്സിൻ്റെ കൂടെ സിനിമയ്ക്ക് പോകാം, ഇഷ്ടമുള്ള സ്ഥലത്തൊക്കെ പോകാം, ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം എന്നൊക്കെ പറയും. അതൊക്കെ നമുക്ക് ഇനിയും ചെയ്യാമല്ലോ എന്നൊക്കെ പറയും. അങ്ങനെ സച്ചി രേവതിയുടെ മടുത്തിട്ടിൽ സച്ചി തലയൊക്കെ വെച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിക്കുകയാണ്. അതിൻ്റെ വരും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.